السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. തീർച്ചയായിട്ടും സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ പ്രപഞ്ചത്തിൽ നിയന്ത്രിച്ചുള്ളതായോ റബ്ബ് സുബ്ഹാനഹു വ തആല പേടിച്ച് ജീവിക്കണം. സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കിற ഉപദേശിക്കിற റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുണ്ട് പേടിച്ച് ജീവിക്കിற മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നു വെച്ച വിഷയ ഗസ്വത്തു റജീഅ, അതായത് 10 സഹാബിരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സറിയായിട്ട് കടത്തിയപ്പോൾ ഹുദൈൽ ഗോത്രത്തങ്ങ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആ 10 സഹാബിരങ്ങളെ 8 സഹാബിരങ്ങൾ അവിടെ വെച്ച് കൊന്നിട്ടും പിന്നെ 2 സഹാബി ഖുബൈബ് റളിയല്ലാഹു അൻഹു പോലത്തെ സെയ്ദ് ഇബ്നു ദസീന ഈ 2 സഹാബിരങ്ങളെ മക്കത്ത് കൊണ്ടുപോയിട്ട് കുട്ടിപ്പോയിട്ട് അങ്ങനെ കൊന്നതും, അതേപോലെ ആസിബ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അയാളുടെ നടന്നതായ കറാമത്ത്, അയാൾക്ക് കിട്ടിയതായ കറാമത്തിന്റെ വിഷയത്തിലും ഞങ്ങൾ മനസ്സിലാക്കി വെച്ചതായ കാര്യത്തിക്ക് അതിൽ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിപ്പാട്ടും പൊത്തുകു ചൊന്തുന്ന അതേ വർഷത്തിൽ ബിഉറു മഊന ചൊല്ലുന്ന സംഭവം നടന്നത് അല്ലേ. ഉഹദ് യുദ്ധത്തിൽ പിന്നെ അതേ വർഷത്തില്, അതായത് ഹിജ്റ 4ാമത്തെ വർഷത്തിലെ സഫർ തിങ്കളിൽ ബിഉറു മഊന ചൊല്ലുന്ന ഒരു സംഭവം നടക്കരുത്. അതായത് എല്ലോ സഹാബിരങ്ങളെ വഞ്ചനയിൽ കൊല്ലുറി, ഭയങ്കര വലിയ ചതിയാക്കിയിട്ട് കൊല്ലുற ഒരു അവസ്ഥ ഇട്ടിക്കുന്നത്. 1-2 സഹാബി അല്ല, എല്ലോ സഹാബിരങ്ങളെ വഞ്ചനയിൽ കൊല്ലുற ഒരു സംഭവം ഇട്ടിക്കറ് ബിഉറു മഊന. അതെന്തൊരു സംഭവം? അതായത് നജ്ദിൽ നിന്ന് ബനു ആമിർ ഗോത്രത്തെ ഒരാള് അബൂബറ ആമിർ ബിൻ മാലിക്, അയാളുടെ പേര് അബൂബറ. അയാള് മദീനത്തേക്ക് ಬಂದು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಮೀಟ್ ಅವರು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഇസ്ലാം ഒരു വിഷയം അല്ല ചൊന്നു കൊടുക്കൂ. അങ്ങനെ അയാൾ ഇസ്ലാം എന്താക്കില്ല, അയാൾക്ക് നല്ലൊരു അഭിപ്രായം ഇക്കറ്, ഇസ്ലാം ഒരു വിഷയത്തിൽ നല്ലൊരു അഭിപ്രായം ഇക്കറ്. മാത്രം അയാൾ എന്താക്കില്ല, ഇസ്ലാം സ്വീകരിക്കില്ല. മാത്രം അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് ഒരു കാര്യം ആവശ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, യാ മുഹമ്മദ്, അതായത് അയാൾ അമുസ്ലിം ആയിട്ട് അങ്ങനെ സബുൽ മുഹമ്മദിന്റെ പേരെ വിളിച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ ബഅസ്ത റിജാലൻ മിൻ അസ്ഹാബിക ഇല അഹ്ലി നജ്ദ്, നിങ്ങളെ സഹാബിരങ്ങളെ കൂട്ടത്തിൽ കുറേ ആൾമാരെ ഞങ്ങളെ റായത്തുക്ക് നജ്ദ് റായത്തുക്ക് നിങ്ങ കടത്തിയാറുണ്ടായെങ്കിൽ എന്തുക്ക് ഫദഊഹും ഇല അംരിക, നിങ്ങൾ ചൊന്നതായ ഈ ഒരു കാര്യത്തെ ഇസ്ലാമിന്റെ വിഷയ അരിപ്പാട്ടി കൊടുക്കുകയും അവിടുള്ള ആൾമാർക്ക് പടിപ്പാട്ടി കൊടുക്കുകയും, വലൈക്കും സലാം, അവിടുള്ള ആൾമാർക്ക് പടിപ്പാട്ടി കൊടുക്കുകയും കൊറിയ സഹാബിരങ്ങളെ നിങ്ങൾ കടത്തിയെങ്കിൽ ഭാര്യ ഒരു ഹൈറേറ്റിക്കർ റജൗതു അൻ യസ്തജീബു ലക്, നാ വിചാരിക്കിற നജ്ദിലുള്ള ആൾമാർ ഇസ്ലാം സ്വീകരിക്കുവാറ്. അപ്പൊ നിങ്ങൾ ഒരു കൊറിയ സഹാബിരങ്ങൾ എന്താക്കറു, ഞങ്ങളെ റായത്തുക്ക് നജ്ദിരെ റായത്തുക്ക് നിങ്ങൾ കടത്തുറു ചൊന്തയാൽ എന്താക്കറ് ആവശ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോലയിത്ത്, കാരണം ദാവത്ത് ഇസ്ലാം സ്പ്രെഡ് അവിടെ ചെന്നെങ്കിൽ അതൊരു എന്തൊരു സന്തോലത്തെ ഒരു വിഷയത്തേക്ക് ഖുർആൻ പഠിക്കുകയും ഹദീസ് പഠിക്കുകയും ആൾമാർ എതിർ ബന്നോ ഉള്ളാറ് അങ്ക് പടിപ്പാടി കൊടുക്കുന്നത് വലിയ ഒരു ദാവത്തിലെ കാര്യത്തേക്ക്. അപ്പൊ അത് കഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല നജ്ദ് ചൊല്ല റായ നല്ല വിശാലമായ ഒരു റായേറ്റിക്ക് അല്ലെ. മുന്നത്തെ മാപ്പിൽ നമുക്ക് നോക്കിയിട്ടായെങ്കിൽ ഗൂഗിൾ അടിച്ച് നോക്കിയും കാണ്ട് ഇജാസ് നജ്ദ് ഇത് 2 വലിയ പ്രവിശ്യമായ ഒരു വലിയ വിശാലമായ റായേറ്റിക്ക്. അപ്പൊ ഇജാസ് ഉള്ള മക്ക മദീന ഉള്ള ഉൾക്കൊള്ളൊരു ജാഗേറ്റിക്കറ്, നജ്ദ് ഈ മൊത്തൈറ്റിക്കറ്, റിയാദ് ഇങ്ങനത്തെ ഈ ഭാഗമുള്ള അണ്ടത്തെ കാലത്തിൽ അത് നജ്ദ് ഉണ്ടായിട്ടിക്കറ് പേര് വിളിച്ചു ഇന്ന്. അപ്പൊ ഈ നജ്ദ് ചൊല്ലുന്ന റായത്തുക്ക് ആൾമാർ അവിടെ പോയിട്ട് ദാവത്താക്കരെ ചൊന്നെങ്കിൽ അത് ഒരു വലിയ വിഷയത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊസ്സിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയെങ്കും നബിയുടെ മനസ്സിൽ ഒരു പേടിയുണ്ട്. അത് കഴിത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല, ഇന്നി അഖ്ഷ അലൈഹിം അഹ്ലു നജ്ദ്, നജ്ദ് ആൾമാരുടെ വിഷയത്തിൽ നാത്തിൽ പേടിക്കിற നക്തൽ പേടിയുണ്ട്. അപ്പൊ ഇയാൾ ചൊല്ലു, ഈ അബൂബറ ചൊല്ലുന്ന ആൾ ചൊല്ലു, പേടിക്കൊന്നും ഉണ്ടില്ല, അനലഹും ജാറുൻ, ഞാൻ അങ്ക് എന്താക്കിற സംരക്ഷണ കൊടുക്കിற, ഞാൻ അങ്ങനെ ഏറ്റെടുക്കിற, നന്റെ സംരക്ഷണയിൽ അങ്ങ് ഇക്കറാറ്, നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ ഇയാൾ എന്തിനെ ഇയാൾ വഞ്ചനാക്കിറല്ല, ഇയാൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് എന്താക്കിരെ വിളിച്ചിരെ. അത് പിന്നെ സംഭവത്തെ ലാസ്റ്റില് നമുക്ക് മനസ്സിലാവും. ഇയാൾ എന്താക്കിയിട്ടില്ലേ,
ചീട്ടാക്കുകയിട്ട വഞ്ചനാക്കുകയിട്ട അല്ല അങ്ങനെ കുട്ടിയെ പോണ്ടി മാത്രം അവിടെ പോയതിൽ പിന്നെ ഇറ്റിക്കർ സഹാബിരങ്ങളുടെ നടുവിൽ എന്താ അവിടെ വഞ്ചന ഉണ്ടാവുക. അപ്പൊ ഇയാൾ ആത്മാർത്ഥയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊಟ್ಟಿಗೆ சொல்ற നിങ്ങൾക്ക് ഒരു ആൾമാർ ഞങ്ങളുടെ രാജ്യത്തേക്ക് കടത്തോറു ദീനു പഠിപ്പാട്ടുകു അങ്ങ് ഇസ്ലാം സ്വീകരിക്കുവാറ് അങ്ങനെ സംരക്ഷണ നാ ഏറ്റെടുക്കിற നന്റെ ജിമ്മിദാറിൽ അങ്ങ് ഇക്കറാറ് നാൻ അങ്ങനെ കഫാലത്ത് ഏറ്റെടുക്കിற ചൊന്തു അയാൾ ചൊന്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊസിയായിട്ട് അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്ത് എലുവോ സഹാബിമാറി അതും എങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളേ ഖുർആഉമാറുണ്ടായിത്തിക്കറ ഹദീസിൽ കാണും. ഖുർആഉമാർ നല്ല ഖാരിമാർ, ഖുർആന് നല്ല മണപ്പാടുള്ളേ, അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നല്ല പഠിച്ചിട്ടുള്ളേ, ദീന് നല്ല ഗൊന്തുള്ളേ, ഫുഖഹാമായിട്ടുള്ളേ നല്ല സഹാബിരങ്ങളെ എല്ലുവോ സഹാബിരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് സെലക്ട് ആക്കറേത്തിക്കറ് കാണ്ടി. അഹ്ലു സുഫർ ആൽമാറെ അഹ്ലു സുഫർ ആൽമാർ ചൊന്നെങ്കിൽ പല്ലില് മദീന പല്ലില് വെച്ചിട്ട് നബിരൊട്ടിಗೆ ദീന് പഠിച്ചോ ഇന്ന് 24 ഗಂಟೆ ദീന് പഠിച്ചോ ഇന്ന് ആൽമാർ. അപ്പൊ അങ്ങനെ കൂട്ടത്തിൽ നിന്ന് എത്തിക്കറി എല്ലോ സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ആക്കിയിട്ട് അവിടെ കടത്തറി. അതില് ആരെ മുന്തിരിബുനു അംറ് ലീഡർ ആക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ എല്ലോ സഹാബിരങ്ങളെ കൂട്ടത്തിൽ മുന്തിരിബുനു അംറ് ലീഡർ ആക്കിയിട്ട് അതിലാറുള്ളാറ് ഹറാം ഇബ്നു മിൽഹാൻ, അതേപോലെ ആമിർ ഇബ്നു ഫുഹൈറ അയാളുടെ അങ്ങ് സ്പെഷ്യലി ഹിജ്റ സംഭവ ചൊല്ലുമ്പോഴത്തേക്കു അയാളുടെ വിഷയത്തിൽ അങ്ങ് മെൻഷനാക്കുന്ന, അതായത് ഈ ക്ലാസ്സിൽ 24ാമത്തെ പാട്ടിൽ അതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോണ്ട സന്ദർഭത്തിൽ സൗറു ഗുഹയിൽ നബിക്ക് ഹെൽപ്പാക്കിയ സന്ദർഭത്തിൽ അയാൾ ആട് മേച്ചിട്ട് എന്താക്കി ആ പോയോ ബന്നു ഇന്ന ജാഗരെ എന്തെ കാലച്ചല മാച്ചോ ഇന്ന ഒരാൾ ആമിർ ഇബ്നു ഫുഹൈറ. അത് ഞാൻ സ്പെഷ്യലി നോട്ടാക്കിയത്. ഞാനത് ഈ ക്ലാസ്സിലെ 24ാമത്തെ ഞങ്ങളെ ക്ലാസ്സിലെ 24ാമത്തെ ക്ലാസ് അതൊരു 9 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാനത് ചൊല്ലുറേൻ. അവിടെ ഞാനത് മുഷ്രിക്കുണ്ട് പായി തപ്പിച്ചൊന്നറേ, യഥാർത്ഥത്തിൽ അത് മുസ്ലിം ആയിട്ട് ആ വീഡിയോയുടെ കമന്റിലൊന്നും അയൽതിര അത് ബൈ മിസ്റ്റേക്ക് ആയിട്ട് വന്നരേ അതെന്തരെ അയാൾ മുസ്ലിം ആയിട്ടിക്ക് സഹാബി ആയിട്ടിക്ക്. അപ്പൊ ഈ ആമിർ ഫുഹൈറ ഇയാളും ഈ കൂട്ടത്തിലുണ്ട്. ഏത് ഈ എൽവോ ആൽമാരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഈ എൽവോ സഹാബിമാരെ കൂട്ടിയോണ്ടെ അബൂബറ ചൊല്ற ഈ മനുഷ്യ എവിടെ പോണ്ടേ നജ്ദിക്ക് പോണ്ടേ. അങ്ങനെ ഇങ്ങ സഫർ ഭർത്താവിടാറ് ഇങ്ങ പോണ്ടാറ് പോകുമ്പത്തേക്ക് ഭാര്യ ഒരു കഷ്ടത്തിലേറ്റിക്കറങ്ങ സഫർ പോണ്ടേ നടന്നിട്ടും മറുഭൂമിയിലും അങ്ങനെയുള്ള ഇട്ട് അങ്ങ് എന്താക്കുക ലാസ്റ്റിക്ക് മഊന ചൊല്റേ ബിഇറു മഊന ചൊല്റേ ആ ഒരു ಕೆನ ബിഇർ ചൊല്ലെ ಕೆನ. അപ്പൊ അത് ബനു ആമിർ ഗോത്രത്തെയും അതേപോലെ ബനു സുലൈം ഗോത്രത്തെ ഒരു ಕೆನ ഇത്തിന്ത്. ആ ಕೆನത്തെ മുട്ടത്തുക അവിടുത്തോൾ അങ്ങ് പോയാർ. അവിടുത്തോൾ പോയാൽ പിന്നെ അവിടെ ഇട്ടിക്കറ് ബനു ആമിർ ഗോത്രത്തങ്ങ ഉള്ളി. അപ്പൊ ബനു ആമിർ ഗോത്രത്തെ ലീഡർ ആയിട്ടുള്ളേ ആമിർ ഇബ്നു തുഫൈൽ. ഇയാളുടെ പ്രത്യേക ഇയാളുടെ പേര് ഞങ്ങൾ നെനപ്പ് വയ്ക്കുന്നു, ആമിർ ഇബ്നു തുഫൈൽ. ഈ ആമിർ ഇബ്നു തുഫൈൽ വെറും എന്തെ ಬೆಡ್ಕ ಮನುಷ್ಯ. ಅವನೊರು ಭಯಂಕರ ಬೆಲೆ ഒരു ಕ್ರೂರಿ ಐತಿನ್ನ. ಕಾರಣ ಎಂತ ಚೊಂದಿಂಗ್ ಆಮಿರ್ ಇಬ್ನು ತುಫೈಲ್ ವರ್ಕ ಮದೀನತ್ತಿಗೆ ಬಂತಿನ್ನ. ಮದೀನತ್ತಿಗೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮೀಟ್ ಐತಿನ್ನ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವನಿಗೂ ಎಂದಾಕಿಂತ ഇസ്ലാം വിഷയം ചൊന്നു കൊടുത്തു തിന്ന് മാത്ര അവൻ എന്താക്കിയ ഞാൻ ഇസ്ലാം സ്വീകരിക്കിற മാത്ര എനിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട് ചൊന്ന നബിരൊട്ടിಗೆ. അപ്പൊ എന്ത് കണ്ടീഷൻ നന്റെ നീങ്ങ ഉടനെ ലീഡർ ആക്കും. അങ്ങനെ ഞാൻ എന്താക്കിற ഇസ്ലാം സ്വീകരിക്കിற നന്റെ ഉടനെ ഈ എന്തെ എല്ലാരും ലീഡർ ആക്കണില്ല, ഏതേ ഒരു ഗോത്രത്തെ ലീഡർ ആക്കണം. അങ്ങനെ ഞാൻ ഇസ്ലാം സ്വീകരിക്കും. അപ്പൊ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പകാവാത്ത വിഷയ. ഇങ്ങനത്തെ ഒരു മനുഷ്യ എന്തെ ദുനിയാവുരെ ലാഭ വയ്ക്കിറങ്ങൾ അങ്ങനത്തെ ഒരു ദുനിയാവ് കേട്ട് ഞങ്ങൾ ഇസ്ലാം ഇതാക്കരുത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കില്ല, അംഗീകരിച്ചു കൊടുത്തില്ല. അപ്പോൾ ഓണക്ക് അർസ ಬಂತು എന്താക്കുന്ന ನಾನು ಗತ್ಫಾನ್ ಗೋತ್ರത്തങ്ങളെಲ್ಲ ಬಿಲ್ಚಿಟ್ಟು നിങ്ങളെല്ലാവರನ್ನ കൊല്ലൂരെ അങ്ങനെ ഇങ്ങനെ ഉണ്ടല്ല ആ ഒരു പകയെಲ್ಲ ಬೆಚ್ಚಿ ತಿನ್ನೆ ഒരാള് ആറ് ഈ ആമിർ ഇബ്നു തുഫൈൽ ബനു ആമിർ ഗോത്രത്തെ ലീഡർ. ഓൺ അവിടുള്ള എവിടെ ആ ബനു ആമിർ ഗോത്രത്തെ ലീഡർ അവിടുള്ള. അപ്പൊ ഇങ്ങെന്താക്കാറ് ഈ എൽവ സാഹിബിരങ്ങ ബന്ത് അതില് ഇയാള് ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു അയാളുടെ കയ്യിൽ നബി തന്നെ ഒരു ലെറ്റർ ഇൻത്ത്. ആ ലെറ്റർ ഇയാൾ എന്താക്കറ് ആ ബനു ആമിർ ഗോത്രത്തെ ലീഡർ ആയിട്ടുള്ളേ ആമിർ ഇബ്നു തുഫൈൽറെ മുട്ട കൊടുക്കുകയിത്ത് പോയിത്ത്. അങ്ങനെ ഇയാള് ഹറാം ഇബ്നു മിൽഹാൻ അവിടെ പോയിട്ട് ആ ലെറ്റർ
കൊടുത്തു, ലെറ്റർ കൊടുത്തിട്ടാകുമ്പത്തേക്ക് ഓൺ എന്താക്കിയ ലെറ്റർ എഴുതിയ ലെറ്റർ നോക്കിയിട്ടാകുമ്പത്ത് ഇത് നബിരെ ലെറ്റർ ഇട്ട് പിടിയായി. അങ്ങനെ വെച്ചപ്പോൾ ഓൺ ലെറ്റർ ഓതുകനുണ്ടില്ല. ഓൺ എന്താക്കിയ അവന്റെ അണിയായിട്ടുള്ള ഒരു ആള് അവൻ്റെ ഒട്ടിക്ക് ഒരു ഇഷാറാക്കിയ ജബ്ബാർ ഇബ്നു മിൽഹാൻ ചൊല്ലേ ജബ്ബാർ ഇബ്നു സലമ ചൊല്ലേ ഒരു അനുയായി അവന്റെ. അപ്പൊ അവന്റെ അനുയായിരൊട്ടിക്ക് ഓൺ എന്താക്കിയ ഇഷാറാക്കിയ. ആ ലെറ്റർ എടുത്തതും നോക്കിയതും ഇത് നബിരെ ലെറ്റർ ഇട്ട് പിടിയായതും അപ്പമേ ഓൺ എന്താക്കിയ അവിടെ ഒരു ഇഷാറാക്കിയ. എന്ത് ഇഷാറ? ഇയാളൊരു കൊല്ലുണു ചൊല്ലേ ഇഷാറായി. അങ്ങനെ ഈ ജബ്ബാർ ഇബ്നു സൽമ ചൊല്ലേ ആള് ഹറാം ഇബ്നു മിൽഹാൻറെ ಪೆರೋಲೆ ಬಂತು, ಕೈಲಿಂದ ಈಟಿಂತು, ಆ ಈಟಿರೆ ಪೆರೋಲ್ ഒരു കുത്തൽ കുത്തിತ್ತು മുതുകു. ആ കുത്തലുക്ക് മുതുരെ ഭാഗാക്കിട്ട് എതിർകു ಬಂತು. അത്ര ഭയങ്കര ശക്തമായിട്ടൊരു കുത്തലയിട്ടിക്കൊരു കുത്തി. അങ്ങനെ അവിടെ വെച്ചിട്ട് ആ ഹറാം ഇബ്നു മിൽഹാൻറെ കൊല്ലുരെ. ഹറാം ഇബ്നു മിൽഹാൻ ഈ കുത്ത് കിട്ടിയപ്പമേ എന്തൊരു ചൊല്ലേ, ഫുസ്തു റബ്ബുൽ കഅബ, അല്ലാഹുവരെ സത്യപിടിച്ചിട്ട് ചൊല്ലേ, കഅബത്തെ റബ്ബായിട്ടുള്ള അല്ലാഹുവരെ മേൽ ഞാൻ സത്യപിടിக்கிற ഫുസ്തു, നാ വിജയിച്ച തിക്കറ് അയാൾ ചൊല്ലേ. ചൊന്നെങ്കിൽ ഇയാള് ആത്മാർത്ഥമായിട്ട് ഷഹീദരെ മരണ കിട്ടുകയിട്ട് ദ്വാർന്നു ഇന്ന ഒരാളെ തിന്ത്. അപ്പൊ അത് കഴിത്ത് ഇതൊരു ഷഹീദരെ ഒരു ഇതേറ്റി കുറിച്ചൊന്ന് അയാൾക്ക് കുസിയെ തപ്പമേ ആ കുത്ത് കിട്ടിയതേ ഈ സഹാബി ഹറാം ഇബ്നു മിൽഹാൻ ഫുസ്തു റബ്ബുൽ കഅബ ചൊന്ത്, ನಾನು വിജയിച്ച. അപ്പൊ ഈ കുത്തിയാള് ജബ്ബാർ ഇബ്നു സൽമ ഇയാൾക്ക് ആശ്ചര്യമായി പോണ്ടേ, മരണപ്പെടുന്നത് അതൊരു വിജയം എങ്ങനെ അവിടെ അതൊരു വിജയം. അത് അയാളുടെ മനസ്സിൽ എന്തായിട്ട് നിന്നിട്ട് അങ്ങനെ ഇയാൾ പിൽക്കാലത്ത് എന്താക്കറ് ബാക്കിന്നങ്ങളുടെ ഈ ഫുസ്തു ചൊല്ലുന്നതിരെ അർത്ഥം എന്തിരണ്ടെല്ല കേട്ടിട്ട്, അപ്പൊ ഇത് എന്ത് വിജയം എങ്ങനെ അവിടെ ഉണ്ടല്ല കേട്ടിട്ട് അങ്ങനെ ആഹിറം ഉണ്ട്, പരലോകം ഉണ്ട്, അതേപോലെ സ്വർഗം ഉണ്ട് ഉണ്ടല്ല വിഷയം അറിഞ്ഞിട്ടാൽ പിന്നെ ഈ ജബ്ബാർ ഇബ്നു സൽമ പിൽക്കാലത്ത് എന്താവും ഇസ്ലാം സ്വീകരിക്കരുത്. അപ്പൊ ഏതായെങ്കും ഇയാൾ എന്താക്കറ് അവിടെ കൊല്ലുപാട്ടിരുന്നേറ്റിക്കർ കാണ്ടി. ആമിർ ഇബ്നു തുഫൈൽ ഈ ബന്ന മെസ്സഞ്ചർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറെ മെസ്സഞ്ചർ, അതായത് എന്തേ ഇങ്ങനെ ഒരു റായത്ത് പിന്നെ ഒരു റായത്ത് ഇങ്ങനെ ലെറ്റർ കടത്തുക, അതേപോലെ മെസ്സേജ് എത്തുപാട്ടിറങ്ങ കൊല്ലു. ആക്ച്വലി ഈ മെസ്സഞ്ചർമാരെ കൊല്ലുകില്ല. അണ്ടത്തെ കാലത്ത് അതൊരു കോമൺ റൂൾ ಐತಿಂತ, അതൊരു നിയമം ಐತಿಂತ. മെസ്സഞ്ചർമാരെ കൊല്ലുകു ഇല്ല ചൊല്ലത്. അങ്ങനെ കൊന്നിട്ടായെങ്കിൽ അത് വലിയ ഒരു തപ്പായിട്ട് എന്താക്കിന്നാറ് പരിഗണിച്ചിന്നാറ്. അപ്പൊ ഇത് ഒർക്കും ആവുക തീരാത്ത ഒരു വിഷയത്തേക്ക് ഒരു മെസ്സഞ്ചറെ കൊല്ലുടെ ചൊന്നെങ്കിൽ അത് ചെറിയ വിഷയമല്ല, നിസ്സാര വിഷയമല്ല. അതുകല്ല ഒർക്ക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില് നബിരെ മുട്ട ജണ്ടാൽ വന്തിന്നാർ എന്തേ കള്ള നബിൻട്ട് വാദിച്ച് മുസൈലിമത്തുൽ കദ്ദാബ് ജണ്ടാല്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കേൾക്കരുത്, നിങ്ങൾ വിശ്വാസം എന്തേ? അപ്പൊ അങ്ങ് ചൊന്നരുന്ന മുസൈലിമത്തുൽ കദ്ദാബ് നബീൻട്ട് അങ്ങ് ചൊന്നാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നർ പൽക്കൊണ്ട്, നിങ്ങൾ ജണ്ടാലും മെസ്സഞ്ചർമാർ അല്ലാണ്ടായിരെങ്കിൽ നിങ്ങൾ ഊടെ വെച്ച് നാ കൊല്ലാത്ത ചൊന്നെ മെസ്സഞ്ചർമാരെ കൊല്ലുകില്ല. അത് അങ്ങനെ ഇങ്ങെന്താക്കിയാറ് ഈ ആമിർ ഇബ്നു തുഫൈൽ കൊന്നെം. അങ്ങനെ കൊന്നിട്ടാം അത് എന്തായിട്ട് അത് വലിയൊരു തപ്പൈത്ത്. അത് മാത്രല്ല ഇയാളൊട്ടിಗೆ ബന്നെ എത്ര ആളുണ്ടുണ്ടല്ല അന്വേഷിച്ചിട്ട് പിടിച്ചിട്ട് അങ്ങ് ഇന്നിന്ന ജാഗിലുള്ളാറിട്ട് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ വലിയ ഒരു സൈന്യമായിട്ട് അവിടെ പോയിട്ട് അവിടുള്ള സഹാബിരങ്ങളൊട്ടിಗೆ ಹೋರಾಡಿട്ട് അവിടെ 67 സഹാബിരങ്ങളെ അവിടെ വെച്ചിട്ട് അങ്ങ് കൊല്ലുടെ. 67 സഹാബിരങ്ങളെ ആ ബിഉർ മഊന ചൊല്ലേ ജാഗല് അങ്ങെന്താക്കിടാറ് കൊല്ലുറാ. ഇയാളെ കൂട്ടിട്ട് 67 ആറേ ഹറാം ഇബ്നു മിൽഹാനും അതേപോലെ അവിടെ 66. ബാക്കിന് ആക്ച്വലി 68 അങ്ങളെയും കൊന്നുറാറ്, 68 സഹാബിരങ്ങളെ കൊന്നുറാറ്. ഒരു സഹാബി അതിൽ എന്താവും ബച്ചവാവും. കാബ് ഇബ്നു നജ്ജാർ ചൊല്ലേ ആ സഹാബി ബച്ചവാട്. എങ്ങനെ ബച്ചവാട് ചൊന്നെങ്കിൽ ഇങ്ങ അടിക്കോ കടിച്ചിറാറ് അങ്ങനെ ഇരിച്ചത് അയാൾ മറിച്ചിട്ട് ചൊന്ത അങ്ങ് എന്താക്കിന്നാർ വിട്ടുപോയാൽ പിന്നെ ഈ സഹാബി അയാളുടെ പാതി ജീമ പിച്ചോണ്ടെ അവിടെ എന്താക്കറ് ബച്ചവായിട്ട് മദീനത്തേക്ക് പോയിട്ട് പിന്നെ കുറെ കാലം ജീവിക്കറ്. അയാൾ പിന്നെ ഹന്തക്കിലെത്തിക്കറ്. കാബ് ഇബ്നു നജ്ജാർ ചൊല്ലേ ആൾ പിന്നെ ഹന്തക്കിற സന്ദർഭത്തിലെത്തിക്കറ് മരണപ്പെടുറ്. ഏതായെങ്കും അവിടെ വെച്ചിട്ട് ആ അത്ര സഹാബിരങ്ങളെ എന്താക്കാറ് കൊല്ലുറാറ്. അപ്പൊ നോക്കൂ, ഒരു ഇൽമു പഠിക്കുകയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് കടത്തിയ ആ സഹാബിരങ്ങളെ ഇട്ടിക്കറ് ഇങ്ങ ചതിച്ചിട്ട് വഞ്ചനല് കൊല്ലുറതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണ്ട്. അവിടെ പിന്നൊരു സംഭവമായിട്ട് എന്തേ എൽവ സഹാബിരങ്ങ ಬಂದರ.
68 ಸಾವಿರಂಗಳಿಗೆ ಕೊನ್ನಾರು, ಬಾಕಿ ಜಂಡು ಸಾವಿರಂಗ ಅವ್ಡು ಇಲ್ಲ ಅಂತ, ಆ ಗ್ರೂಪ್ಲು ಅವ್ಡು ಇಲ್ಲ ಅಂತ ಅಂಗ ಒಂಟೆಗೆ തന്നി കൊടുക്കുക എന്താങ്ങ തെല്ല് ദൂരെ പോയിട്ടിന്നാർ. അങ്ങനെ ദൂരെ പോയങ്ങ റിട്ടേൺ ബണ്ട സന്ദർഭത്തിൽ റിട്ടേൺ വരുമ്പോ ഇങ്ക് അവിടെ ചുറ്റുഭാഗത്തിൽ ಗಿಡಗಲ್ಲ ഇങ്ങനെ പാറി ഉള്ളതെല്ലാം കാണ്ട് അപ്പൊ അങ്കതില് സൈന് പിടിയൈത്തി എന്തിരെ ഇവിടെ എന്തിരമാ ഒരു അപകടം നടന്നിട്ടുണ്ട്. കാരണം മറുഭൂമിയിൽ അങ്ങനെ ഒരു ಗಿಡಗ പാറുന്നത് അതൊരു അപകട സൂചനാക്കിற കാര്യട്ടിക്ക്. അപ്പൊ ഇങ്കെന്തരമാ ഒരു അപകടം നടന്നിട്ടുണ്ട് അങ്ങെന്താക്കിയാറ് പിടിയിട്ട് അങ്ങെന്താക്കിയാറ് നോക്കിയാറ്. ദൂരത്തിൽ നോക്കുമ്പോത്തുകു കൊറിയാലിങ്ങനെ ഉള്ളാറ് അവിടെ ഹോറാടിയ ഉള്ളാറ്. അപ്പൊ ഇങ്ങെന്താക്കാറ് അത് ആ ജണ്ടാലാറ് ഒന്ന് മുന്തിരിബിന് ഒഖുബ പിന്നൊന്നു അംറിബിന് ഉമയ്യ ഈ ജണ്ടാൽ. അപ്പൊ ഈ ജണ്ടാൽ എന്താക്കിற ഞങ്ങ അവിടെ പോണ്ടമ അല്ല ഞങ്ങളെ തടിപച്ചവാക്കിടമ ചൊന്തു ಅಂಕ್ ಎಂದರಾಕೋನುಂಟಾಯಿಲ್ಲ. ಅಪ್ಪ ಅದ್ರಲ್ಲಿ ಮುಂದಿರಿಬುನು ಒಕ್ಕುಬ ಚೊಂತು ನಾನೆಂದ ಹೆಂಗು ಅಂಗಳೊಟ್ಟಿಗೆ പോയിട്ട് ನಾನಿಪ್ಪ ಫೈಟ್ ಹಾಕ್ರೆ ಚೊಂದೆಂಗಿ ನಂದ കൂട്ടത്തിൽ ഇത്ര ആള് ഒട്ടിಗೆ ಬಂತು അങ്ങനെ പാതില് ഞങ്ങ ബുട്ടെറിഞ്ഞു പോണ്ടത് സമല്ല. ನಂಗೆ ಅವರೇ ಬಲ್ಲ ನಂಗೆ ಫೈಟ್ ಹಾಕ ಚೊಂತು ಮುಂದಿರಿಬುನು ಒಕ್ಕುಬ ಚೊಂತು ಮಾತ್ರಮ അംറിബിന് ഉമയ്യ ചൊന്തു ഇതിപ്പോ ഞങ്ങ ജണ്ടാൽ പോയിട്ട് അങ്ങനെ ಹೋರಾಡ್ರದ್ಲೆಂದ್ರು കാറില്ല. ഞങ്ങളെ തല കൊമ്പിട്ട് അങ്ങനെ എതിർക്ക് വെച്ച പോലെ അത് ഞങ്ങമ്മെ മരിച്ചു പോണ്ട. അപ്പൊ അത് കഴിത്ത് ഞങ്ങൾ എന്താക്ക ഈ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തുപാട്ട് മദീനത്തുക്ക് പോയി ചൊന്തു റിട്ടേൺ പോയി ചൊന്തു ഇയാൾ ചൊല്ലു മാത്ര എന്താ മുന്തിരിബിന് കേട്ടില്ല. അങ്ങനെ ഇയാളും കൺവിൻസ് ആക്കിയിട്ട് ജണ്ടാലും ലാസ്റ്റ് എന്തൊരു തീരുമാനം ആക്കി ഞങ്ങൾ അവരെ പോലെ അങ്ങോട്ടേക്ക് ഫൈറ്റ് ആക്കാ ചൊന്ത എന്താക്കാറ് ഇങ്ങനെ ജണ്ടാലും തീരുമാനം ആക്കിയിട്ട് അങ്ങനെ മുട്ട പോണ്ടാർ. അങ്ങനെ മുട്ട പോകുമ്പോഴത്തേക്കു നോക്കുമ്പോ അതേപോലെ അങ്ങ് ബിയർച്ച പോലെ മെയ് സാഹബിരങ്ങളുള്ള കൊന്നുള്ളാറ്. ഈ ജണ്ടാല് കണ്ടപ്പോ ഈ ജണ്ടാലും അങ്ങ് പിടിച്ചു വെച്ചിട്ട് ഈ ജണ്ടാലറെ അങ്ങ് ബന്ദിയാക്കിയാർ. ഈ ജണ്ടാലറെ അങ്ങ് ബന്ദിയാക്കിയാർ. അപ്പൊ അതില് മുന്തിരിബ് നോക്കുമ്പോ എന്താക്കില്ല ബന്ദിയാവുക ഒപ്പില്ല. ഞാൻ എന്താ ഫൈറ്റ് ആക്കിയ ചൊന്ത എന്താക്കിട്ട് അയാളുടെ ആയുധം എടുത്തിട്ട് അയാൾ ಹೋರಾಡೋ പുറത്തേക്കാകുമ്പോഴത്തേക്കു മുന്തിരിബിന് ഒക്കുബറെ അങ്ങ് അവിടെ കൊന്നുവിട്ടാർ. ലാസ്റ്റ് അംറിബിന് ഉമയ്യ മാത്രം ബാക്കിയായി. അംറിബിന് ഉമയ്യരെ ബന്ദിയാക്കിയിട്ട് കൂട്ടിയ പോയാർ. അങ്ങനെ അംറിബിന് ഉമയ്യ അയാൾ കൊറിയ ടൈം അവിടെ അയാളുടെ ഒട്ടിಗೆ ബന്ദിയായിട്ടിಂತು. ആരൊಟ್ಟಿಗೆ അംറിബിന് തുഫൈലൊಟ್ಟಿಗೆ ബനു ആമിർ ഗോത്രത്തെ ലീഡർ ആയിട്ടുള്ള അംറിബിന് തുഫൈലോട് കൊറിയ ടൈം ബന്ദിയായിട്ടിಂತು. പിന്നെ ലാസ്റ്റ് എന്താക്രി ഇയാള് സ്വതന്ത്രാക്രി. അംറിബിന് ഉമയ്യരോട് ചൊല്ലു നീ പോ മദീനത്ത് പോ ചൊല്ലു. അപ്പൊ അംറിബിന് ഉമയ്യക്ക് ആശ്ചര്യമായി പോയി. ഒരാള് വെറുതെയും ഇങ്ങനെ ബന്ദി ഉള്ള ഒരാളെ വെറുതെയും സ്വതന്ത്രാക്രി ചൊല്ലത് അത് അത്ഭുതകരമായിട്ടുള്ളൊരു വിഷയത്തേക്ക്. അതും ഒരു മുസ്ലിമായ ഒരാള് കാഫിറായ ഒരാള് ഇങ്ങനെ വെറുതെ നീ മദീനത്തുക്ക് പോ ചൊല്ലത് എന്തിനാ ഇതിട്ട് അയാൾക്ക് ആലോചനാക്കുക ഇല്ല. അങ്ങനെ അയാൾ എന്താക്കിയിട്ട് കിട്ടിയ ചാൻസ് ചൊന്തു അയാൾ അവിടെ പോയിത്ത് മദീനത്തുക്ക് അംറിബിനു ഉമയ്യ അവിടെ ഭർത്താവ്. അങ്ങനെ ഭർത്താവിൽ പിന്നെ ഈ ഓണു ആറ് ആമിബിനു തുഫൈൽ ചൊല്ലറ അവന്റെ ನಾನು ബുട്ടെന്തുക്ക് ചൊന്നെങ്കിൽ അവന്റെ ഉമ്മ ആമിബിനു തുഫൈലിന്റെ ഉമ്മ ഒരു നേർച്ച വെച്ചതെന്ത് ഒരു ബന്ദിരെ ഞാൻ എന്താക്കിற ഇങ്ങനെ ഒരു സ്വതന്ത്ര ആക്കിற ചൊന്തുള്ള ഒരു നേർച്ച വെച്ചതെന്ത്. അപ്പൊ അത് ഇത്രത്തോളം നക്ക് ആക്കുക ഇట్లా ಅಂತ ഉമ്മരെ ആ ഒരു ആശ നിറവേറുക ഇట్లా ಅಂತ. അപ്പൊ അത് കഴിത്ത് ഈ ഒരു ബന്ദി ഉള്ളല്ലേ ഞങ്ങളൊട്ടിಗೆ ചൊന്തു ഞാൻ എന്താക്കി അങ്ങ് അവന്റെ ബുട്ടെ ചൊന്ത എത്തിക്കറ് ആമിബിന് തുഫൈല് പിന്നെ ചൊല്ലത് നമുക്ക് കാണും. ഏതായെങ്കിലും അംറിബിന് ഉമയ്യ എന്താ ಅವರು അവിടെ ബച്ചവായിട്ട് സീതാ മദീനത്ത് ബണ്ട് തെരുളു ഒരു സംഭവം നടക്കറ്. അങ്ങനെ ഇയാള് അവിടെ ബച്ചവായിട്ട് അങ്ങനെല്ലാം ആക്കിയിട്ട് മദീനത്തുക്ക് ബണ്ട ടൈമില് മദീനത്ത് ബണ്ട തെരുളു ജണ്ടാൽ കിട്ടാർ. ആ ജണ്ടാൽ കിട്ടിയപ്പോ ഇയാൾ കേൾക്കറ് നിങ്ങ വിടുறாங்க நீங்க ആറ് ഏത് ഗോത്രത്താണ്. അപ്പൊ ആ ജണ്ടാൽ ചൊല്ലാൻ ഞങ്ങൾ ബനു ആമിർ ഗോത്രത്താണ്. ബനു ആമിർ ഗോത്രത്തേത് ഇപ്പൊ ഞങ്ങൾ ആ സംഭവം ചൊന്നത്. അപ്പൊ ബനു ആമിർ ഗോത്രത്തങ്ങ ഞങ്ങൾ ജണ്ട. അപ്പൊ ഇയാൾക്ക് പേടിയിട്ട് ഇത് ഓപ്പോസ് നണ്ട് എന്താക്കി പിടിക്കുകയിട്ട് കടത്തിരെ ചൊന്ത് ഇയാൾ ബിയർച്ചിട്ട് എന്താക്കിയിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് കൊന്നുവിട്ടു ജണ്ടാലറും. ആറ് അംറിബിനു ഉമയ്യ ചൊല്ലാള് ജണ്ടാലറും അവിടെ കൊന്നുവിട്ടു. കൊന്നിട്ടാൽ പിന്നെ ഇത്തിക്ക് ഞങ്ങളുടെ കയ്യിൽ ഒരു ലെറ്റർ ഉള്ളത് ഇയാള് നോക്കുറി. അങ്ങനെ ലെറ്റർ എടുത്ത് നോക്കുമ്പോഴത്തേക്കു ലെറ്റർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലെറ്റർ. ഇയാൾ ഷോക്കായി പോയി. ಲೆಟರ್ ನೋಡ್ಕೊಂಬತ್ತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಲೆಟರ್ ಅದ್ರಲ್ಲಿ ಅಂದ್ರೆ ನಾನು ಈ ಜಂಡಾಲ್ಗೆ ಸಂರಕ್ಷಣ ತಂಡ ಚೊಲ್ಲದಲ್ಲೇ ಲೆಟರ್ ಇಟ್ಟಿಕ್ಕ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸಂರಕ್ಷಣೆ ಕಿಟ್ಟಿ ಜಂಡ ಆಲ್ಮಾರ್ ಇಟ್ಟಿಕ್ರಾರ ಹಿಂಗ
നബിയുടെ കഫാലത്തിലുള്ള ആൾ മാറിയിട്ടിക്കറ ആ ജണ്ടാൽറെ ഇട്ടിക്കറി ഈ അമ്രിബിന് ഉമ്മയെ കൊല്ലുറി ഇയാൾക്ക് ടെൻഷൻ ആയിപ്പോയി നാ എന്തിര സൊറാക്കേൻ ഇയാൾ ഷോക്ക് ആയിപ്പോയിട്ട് ടെൻഷൻ ആയിട്ട് നാ ഇനി എന്തിര ആക്രേഷം ഇയാൾക്ക് എന്തും തലക്ക് പോയില്ല ലാസ്റ്റ് ഏതായെങ്കും മദീനത്ത് പോയിട്ട് നബിരൊട്ടിಗೆ ಈ ವಿಷಯ ನಾ ಚೊಲ್ರೆ ಹೆಂಗೆ ತಪ್ಪಿಟ್ಟಾಗಿ പോയത് ಚೊಂತು ನಾ ಚೊಲ್ರೆ ಚೊಂತು ಇಯಾൾ ತೀರ್ಮಾನ ಹಾಕಿತ್ತು ಲಾಸ್ಟ್ പിന്നെന്താക്കറ് മദീനത്തിಗೆ പോണ്ടു മദീനത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ നടന്ന എല്ലാ വിഷയം അവിടെ പോയിട്ട് അങ്ങ് കൊന്നതും അതേപോലെ ബറമ്പത്തുക്ക് ജണ്ടാലിനെ കൊന്നതും ഈ എല്ലാ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ ഈ ആമിർ ഇബ്നു ഉമയ്യ അംർ ഇബ്നു ഉമയ്യ എന്താക്കറ് വിഷയം ಎಲ್ಲ ചൊല്ലുറ് അപ്പൊ ഈ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ടെൻഷൻ ആവും ചൊന്നെങ്കിൽ നബിയുടെ ദുഃഖ ചെറിയ ദുഃഖമൊന്നും അല്ല എന്തത് ഒന്നാമത്തേത് ഉഹുദ് യുദ്ധത്തിൽ എലുവോ സഹാബിരങ്ങ ഷഹീദായിട രണ്ടാമത്തേത് ഞാൻ ഇന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ചൊന്ന പോലെ ഗസ്വത്തു റജീഇൽ 10 സഹാബിരങ്ങ കൊല്ലപ്പെട്ടാർ പാടെ വാപ്പസ് ഇതില് ബിഉർ മഊന ചൊല്ലുന്ന ഈ സംഭവത്തിൽ എലുവോ 69 സഹാബിരങ്ങ മരണപ്പെട്ടാർ ഈ എല്ലാ അവസ്ഥ ഒരേ സാഹചര്യത്തിൽ ഒരേ ടൈമിൽ എത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷയം കിട്ടും അപ്പൊ അങ്ങനെ ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖ ഭയങ്കര വലിയ ദുഃഖായി പോയി നബിക്ക് ഭയങ്കര വലിയ ടെൻഷൻ ആയി പോയി അങ്ങനെ എത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വക്ത് നിസ്കാരത്തിൽ അതിൽ പിന്നെ കുനൂത്ത് ഓതു സ്റ്റാർട്ടാക്കി അങ്കി എതിരായിട്ട് ഏത് ബനു ആമിർ ഗോത്രത്തിക്ക് എതിരായിട്ട് സ്പെഷ്യലി ആമിർ ഇബ്നു തുഫൈൽക്ക് എതിരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വക്ത് നിസ്കാരത്തിലും കുനൂത്ത് ഓതു സ്റ്റാർട്ടാക്കി അതേ തിക്കറ് നാസിലത്തര കുനൂത്ത് ചൊന്തു അറിയപ്പെട്ടു അതായത് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടാവുമ്പോൾ ശത്രുമാരെ അറ്റാക്ക് ആക്കി വരുമ്പോൾ ആ സന്ദർഭത്തിൽ ഓതനായ കുനൂത്ത് തിക്കറ് നാസിലത്തര കുനൂത്ത് അത് കാലി ഏതെങ്കിലും ഒരു വക്ത് ഉണ്ടല്ല ഏതെങ്കിലും ഒരു നിസ്കാരത്തുകല്ല 5 വക്ത് നിസ്കാരത്തിലും ഓതര ഒരു ശൈലിയായിട്ടിക്കത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വക്ത് നിസ്കാരത്തിലും എന്താക്കിയത് ഓതിരിട്ട് നമുക്ക് ഹദീസിൽ കാണും പിന്നെ ഒരു ഹദീസുണ്ട് സുബൈഗും മഗ്രിബും ഓതിയത് അപ്പൊ അത് പിന്നെ ഒരു റിപ്പോർട്ടിലും അങ്ങനെ ഉണ്ട് ഏതായെങ്കിലും 5 വക്തിലും ഓതിരി ചൊല്ലുന്നത് നമുക്ക് മനസ്സിലാക്കുക സാധ്യം ഈ ഒരു കുണൂത്തു ഇതേറ്റിക്കർ ഇസ്ലാമിലുള്ള യഥാർത്ഥമായ കുണൂത്ത് അതേപോലെ പിന്നൊന്നെന്തര് വിത്തറിലുള്ള കുണൂത്ത് അല്ലാണ്ട് ഇണ്ട് ഞങ്ങളുടെ രാജ്യത്തിൽ കുറെ ആൾമാറാക്കിയുള്ള സുബൈ നിസ്കാരത്തിക്ക് പ്രത്യേകമായ കുണൂത്ത് അതെന്താക്കിയിട്ടില്ല ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിട്ടില്ല അത് ഒർക്കും ഇസ്ലാം അനുവദിച്ചാത്തെ റസൂല സഹാബിരങ്ങ കാട്ടിത്തറാത്തെ എന്തിരെ കുണൂത്തേട്ടി ഇസ്ലാം പഠിപ്പാട്ടുള്ള കുണൂത്ത് വിത്തറിലുള്ള കുണൂത്ത് സുബൈക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുണൂത്ത് സുബൈ നിസ്കാരത്തിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുണൂത്തു ഇസ്ലാമിൽ ഇല്ല ചൊല്ലുന്നത് ഗൗരവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുവാനായ ഒരു വിഷയത്തേക്ക് ഏതായെങ്കിലും ആ ഒരു കുണൂത്ത് നാസിലത്തൊരു കുണൂത്ത് 44 തോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിങ്ങനെ കണ്ടിന്യൂ ആക്കിತ್ತು അങ്ങനെ ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ ഇനി ആ കുനൂത്തു നിപ്പാട്ടൊരു നബിയെ ചൊന്നൽ പിന്നെ എത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുനൂത്തു പിന്നെ നിപ്പാട്ടി പിന്നെ ജീവനത്തിൽ നബി എന്താക്കിയിട്ടില്ല കുനൂത്ത് ഓതിട്ടില്ല ആ ഒരു 44 മാത്രമേ എത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് ഓതി അങ്ങനെ പിന്നെന്തായിട്ട് ഈ കുനൂത്തിര കാരണത്തിലേറ്റിക്കർ ആമിർ ഇബ്നു തുഫൈൽക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രോഗ അവനക്ക് പിടിപെടറ് ആ രോഗത്തിൽ അത് ചീഞ്ഞിനാറ് രോഗമായിട്ട് അവൻ്റെ തടില് സ്പെഷ്യൽ ഒരു പ്രത്യേകമായിട്ടുള്ള പുണ്ണായിട്ട് അത് ചീയായിട്ട് ആൾമാർ മുട്ട പറക ആവാത്ത ഒരു അവസ്ഥയായിട്ട് ലാസ്റ്റ് അവൻ്റെ ഒരു വിജനമായ ജാഗിൽ ആൾമാറില്ലാത്ത ജാഗിൽ അവൻ്റെ മയ്യത്തിറവും പോയിട്ട് ബലിച്ചെറിഞ്ഞാറ് ചൊന്തൈത്തിക്കർ പിന്നത്തെ ചരിത്രത്തിൽ അവൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധ്യത എങ്ങനെ അബൂലഹബ് മരണപ്പെട്ടാണ് അതേപോലെ അതേ അവസ്ഥയിലേറ്റിക്കർ അവനുകും സംഭവിച്ചതേ ചൊല്ലുന്നതേറ്റിക്കർ പിന്നെ ഉള്ള ചരിത്രത്തിൽ കാണും ഈ അബൂബറ ನಾನು ചൊന്നേ അബൂബറ ഈ അബൂബറാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ ആവശ്യപ്പെട്ട ആള് നജദിക്ക് റായത്തിക്ക് കടത്തുന്നു ചൊല്ലി ഈ അബൂബറ ഈ വിഷയ കിട്ടിട്ടുണ്ടല്ലേ ഏത് അവന് കൊന്നറ ഇത്ര അല്ല കൊന്നറ ചൊല്ല വിഷയ കിട്ടിട്ട് ഇയാൾക്ക് ഭയങ്കര ദുഃഖാവു നന്റെ സംരക്ഷണ ഇല്ല ആള് ഞങ്ങളെ കഫാലത്തിൽ ഇന്ന ആൾമാരവും കൊന്നല്ലേ ഇതാക്കിട്ട് അർസത്തില് ഓണ്ട് മുട്ട ബറുകുണ്ട് ആമിർ ഇബ്നു തുഫൈൽರ മുട്ട ಬಂತು ആയുധം എടുത്തിട്ട് ഒരു ബിയലല്ല ബിയുകളുണ്ട് മാത്ര അവൻ്റെ ആൾമാരെല്ലാം പിടിച്ചു വെച്ച സബിൽ എന്താക്കിയിട്ടില്ല അയാൾക്ക്
അവൻ്റെ അറ്റാക്ക് ആക്കുകയായിട്ടില്ല. അങ്ങനെ പിടിച്ചു വെച്ച സബിൽ എന്തും ആക്കുകയില്ല. അങ്ങനെ അബൂബറ പിന്നെ അതിൽ ദുഃഖത്തിൽ ഒരു വാരത്തിൽ അയാൾ മരണപ്പെട്ടിട്ടുണ്ടായിത്തിക്കറ് സംഭവത്തിലുള്ളിൽ. അപ്പൊ നോക്കൂർ, അയാൾ ആത്മാർത്ഥയിട്ട് എന്താക്കിരെ വിളിച്ച വന്നര് മാത്ര ഓണിങ്ങനെ ആക്കിയ ചതിച്ച സബിലായിട്ടിക്കറ് അയാൾക്ക് എന്തുമാക്കുകയില്ല. അബൂബറ ചൊല്ലുற ആൾക്ക് എന്തുമാക്കുകയില്ല. ലാസ്റ്റ് ഒരു വാരത്തിൽ അയാൾ എന്താവിടും ആ ഒരു ദുഃഖ കാരണത്തിൽ പിന്നെ രോഗമായിട്ട് അയാൾ മരണപ്പെട്ടിട്ടുണ്ടായിത്തിക്കറ് വിഷയം. അപ്പൊ ഏതെങ്കിലും ഇതേറ്റിക്കറ് ബിഉറു മഊന ചൊല്ലുற സംഭവം മാത്ര കൂടെ ഞങ്ങൾ നുപ്പാട്ടെ ചൊന്ന പോലെ അംറിബ്നു ഉമയ്യ മദീനത്തിക്ക് റിട്ടേൺ പണ്ട സന്ദർഭത്തിൽ ജണ്ടാലെ കൊന്ന വിഷയം ഞങ്ങൾ ചൊന്ന. അപ്പൊ ഇതും ഇയാൾ എന്താക്കിയിട്ട് അംറിബ്നു ഉമയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്ടിക്ക് ചൊന്തു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതും കേട്ടിട്ട് എന്തായിട്ട് ബേജാറായത്. നബി കഫാലത്ത് കൊടുത്താൽ ഇയാൾ അപ്പൊ ഇയാൾക്ക് തപ്പിട്ടായി ബേൻബേനുണ്ടാക്കിയറല്ല. അപ്പൊ തപ്പിട്ടാകുമ്പത്തേക്ക് അതിക്ക് എന്താക്കുക. അപ്പൊ ആ കുടുംബത്തിന് ന്യായ വേണല്ലേ, കൊന്ന് ഇങ്ങനെ സഹാബിയായിട്ടുള്ള ഇയാൾ കൊന്നറ്. അപ്പൊ ആ കുടുംബത്തിന് എന്ത വേണു? ന്യായ വേണു, നീതി വേണു. ഈ കുടുംബത്തങ്ങാറ് ബനു ആമിർ ഗോത്രത്തങ്ങ ഈ 67 സഹാബിരങ്ങളെ കൊന്നേ ആ ബനു ആമിർ ഗോത്രത്തങ്ങ ഇട്ടിക്കാറ് ഈ ജണ്ടാലിലെ കുടുംബത്തങ്ങ. ആയെങ്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ക് നീതി കാട്ടറോടെ പെറുജാരിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അങ്ക് ಅದಕ್ಕೆ ಬದಲಾയിട്ട് ನಾ ಫಿದಿಯ കൊടുക്കുക റെഡിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം நான் എന്താക്കற அங்கு ഫിദിയ കൊടുക്കുക. അതായിട്ടിക്കറ് നീതി ചൊല്றது. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശത്രുവായ സബലു അങ്ക് നാ നീ കൊടുക്കില്ല ಅಂತಲ್ಲ, നീതിയും ന്യായത്തിക്ക് വേണ്ടി നിന്റെ ഒരാളായിട്ടിക്കറ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. ഹിജ്റ ಬಂದ ಟೈಮಲ್ಲೂ ನಂಗೆ ಅದು ಚೊಂತಿದ್ದ ನಬಿರ ನೀತಿ ನಬಿರ ನ್ಯಾಯ. ಆ ಕೊಲ್ಲುಗು ಬರ್ತಾಯ ಆಲ್ಮಾರೆ ಕೈಲಿನ್ನೆ അങ്ങനെ സ്വത്തു അങ്ങനെ കൈ അങ്ങ് അമാനത്തായിട്ട് തന്നത് അതെല്ലാം അലി റളിയല്ലാഹു അൻഹുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹിജ്റ പണ്ട് നന്റെ നമ്പിട്ട് നന്റെ വിശ്വസിച്ചിട്ട് തന്നതായിട്ടിക്കർ ഇതല്ല. നീ എന്താക്കണം അങ്കങ്ക് ഇതിരെതിരെ ആൾമാർക്ക് നീ എത്തുപാട്ടു ചൊന്തൈത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പണ്ട്. അതേപോലെ ആ ബനു ആമിർ ഗോത്രത്തങ്ങ് 67 സഹാബികളെ കൊന്നിട്ടും നബി എന്താക്കിയിട്ടില്ല, അങ്ങ് കൊന്നാറല്ലേ എന്തായെങ്കോ അങ്ങ് അങ്ങനെമേ ആവണു ചൊന്ത അവിടെ എന്താക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തില്ല. ഇയാൾ തപ്പിട്ട് കൊന്ന സബുലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിക്ക് ഞാൻ എന്താക്കറ ഫിദിയ കൊടുക്കുറാൻറ്റൈത്തിക്കറ് ലഅദിയന്നഹുമ ഞാൻ അങ്ക് കൊടുക്കുറാൻറ്റൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറി. അങ്ങനെ ഇത്തിക്കറ് പിന്നെ ബനൂ നളീർ സംഭവം നടക്ക്. ബനൂ നളീർ ആറ്? ബനൂ നളീർ ആറ്? മദീനത്തെ യഹൂദി ഗോത്രത്തങ്ങ അല്ലെ. 3 ഗോത്രം ഉണ്ട് മദീനത്തിൽ. ബനു ഖൈനുക്ക, ബനു നളീർ, ബനു ഖുറൈള. ബനു ഖൈനുക്കറങ്ങളെ പറത്തിട്ട സംഭവം ഞങ്ങൾ ചൊന്ന. മദീനത്തെ പറത്തിട്ട സംഭവം അത് ഞങ്ങൾ ചൊന്നറ. അതേപോലെ ബനു നളീറെ മദീനത്തെ പറത്തിട്ട സംഭവ ഇതിരെ ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം ഇട്ടിക്ക്. എങ്ങനെ അത് ഈ കുടുംബത്തങ്ക് ഫിദിയ കൊടുക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്തിരെ ബൈത്തുൽ മാലിൽ നിന്നുള്ള ഫിദിയ ഇട്ടിക്ക് കൊടുക്കണായി. അപ്പൊ ബൈത്തുൽ മാല് ആ സന്ദർഭത്തിൽ എന്തിരെ കാലി ഭയങ്കര സ്വത്തു ഇല്ലാത്ത അതേപോലെ സമ്പത്ത് കൊണ്ടിട്ടു എന്തിരെ ഭയങ്കര കഷ്ട ಬಂದಿನ സന്ദർഭം. അപ്പൊ ആ സന്ദർഭത്തിൽ മദീനത്തിലുള്ള എല്ലാവരും എന്താവണം ഒട്ടിಗೆ ആവണം. ആ ഫിദിയ കൊടുക്കുക എല്ലാവരും ഒട്ടിಗೆ ആവണം. അത് കരാറായി തിന്തു യഹൂദനങ്ങളൊട്ടിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറാക്കി തിന്തു. എന്തിരെ ഈ മദീനത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒട്ടിಗೆ നിൽക്കണം. അപ്പൊ അത് കൈത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫിദിയത്തെ ഒരു ഭാഗ കേൾക്കുകയായിട്ട് എവിടെ പോണ്ടേ? ബനൂ നളീർ ഗോത്രത്തങ്ങളൊട്ടിಗೆ പോണ്ടേ. അങ്ങനെ ബനൂ നളീർ ഗോത്രത്തങ്ങളൊട്ടിಗೆ പോയപ്പോ അങ്ങ് എന്താക്കിയാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചനൽ കൊല്ലുകു പ്ലാൻ ആക്കിയാറ്. അങ്ങ് അവിടെ പോയിട്ട് കോട്ടർ ഉൽഗ നിന്നിട്ട് മേൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീൽ തെപ്പാട്ടിട്ട് വലിയ ഒരു കല്ല് നബിരെ തലകിടുകയിട്ട് അങ്ങ് പറത്തായാർ. ജിബ്രീൽ അലൈഹിസ്സലാം ಬಂತು നബിക്ക് വഹി കൊടുത്ത സബിലേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എഞ്ചിട്ട് സീത ഓടിയ വണ്ടി. അങ്ങനെ എത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു. അപ്പൊ ഇങ്ങനെ വഞ്ചനൽ അവിടെ വെച്ചിട്ട് നബിരെ കൊല്ലുക പറത്തായാർ. ആ വഞ്ചനയുടെ പിന്നെ ഇട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറത്തിടുകില്ല. കാരണം അവിടെ സംഭവ നടക്കറേ ചൊല്ലത്. ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതനുസരിച്ച് അതിൽ കിട്ടുന്ന പാഠത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.